നമസ്കാരം. ജയശങ്കർ ഒറ്റപ്പാലം, വള്ളുവനാട് മാട്രിമോണിയൽ. ഇന്ന് ജനുവരി 12 ഞായറാഴ്ച. കീർത്തന മേനോനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഇന്നത്തെ ബ്രൈഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത് കീർത്തന മേനോൻ, മകം നക്ഷത്രം, 26 വയസ്സ്, ഹൈറ്റ് 164, ബിടെക്, പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ അഗ്രികൾച്ചർ ബിസിനസ് മാനേജ്മെൻറ്റിലാണ്. ICAR NAARM ഹൈദരാബാദിൽ നിന്നാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ പാസ്സായിരിക്കുന്നത്. ഇപ്പോൾ അഡാനി വിൽമാർ അഹമ്മദാബാദിൽ ജോലി ചെയ്യണ കുട്ടി. അഡാനി വിൽമാർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇൻ്റർനാഷണലി ഒരു പ്രമുഖ FMCG ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സിൻ്റെ ഒരു സ്ഥാപനമാണ്. അഡാനിയുടെ കീഴിലുള്ള സ്ഥാപനമാണ്. അപ്പോൾ അമ്മ വന്നിട്ട് നാഷണലൈസ് ബാങ്കിൽ ചീഫ് മാനേജറാണ്. അച്ഛൻ വന്നിട്ട് പ്രമുഖ പോർട്ടിൻ്റെ ഫൈനാൻഷ്യൽ അഡ്വൈസറാണ്. ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത് എറണാകുളത്താണ്. ഗുരുവായൂരാണ് അമ്മയുടെ വീട്. അച്ഛൻ വന്നിട്ട് തൃപ്പൂണിത്തറയാണ്. ഒരു മകനുമുണ്ട്. മകൻ സ്റ്റുഡൻ്റാണ്. ആ കുട്ടി ഇപ്പോൾ പഠിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ പറയാം. കീർത്തന മേനോൻ, മകം നക്ഷത്രം, 26 വയസ്സ്, 164 ഹൈറ്റ് സെൻറ്റിമീറ്റർ, ബിടെക് ഉണ്ട്. പോസ്റ്റ് ഗ്രാജുവേഷൻ അഗ്രികൾച്ചർ ബിസിനസ് മാനേജ്മെൻറ്റിലാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ, ഹൈദരാബാദിൽ നിന്ന്. അഡാനി വിൽമാർ FMCGയിലാണ് ആ കുട്ടി വർക്ക് ചെയ്യുന്നത്. അമ്മ വന്നിട്ട് നാഷണലൈസ് ബാങ്കിൽ ചീഫ് മാനേജറാണ്. അച്ഛൻ വന്നിട്ട് പ്രമുഖ പോർട്ടിൻ്റെ ചീഫ് ഫൈനാൻഷ്യൽ അഡ്വൈസറാണ്. ചീഫ് ഫൈനാൻഷ്യൽ അഡ്വൈസർ അല്ല, ഫൈനാൻഷ്യൽ അഡ്വൈസറാണ്. അതായത് വളരെ ഉയർന്ന പോസ്റ്റിലാണ് അച്ഛൻ. അച്ഛൻ്റെ നാട് വന്നിട്ട് തൃപ്പൂണിത്തറ, അമ്മയുടെ നാട് വന്നിട്ട് ഗുരുവായൂർ. വളരെ റിച്ച് ആൻഡ് അഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ ആ ഫാമിലിയോട് പൊരുത്തപ്പെട്ട് പോകാനായിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ മകളുടെ ക്വാളിഫിക്കേഷനും അച്ഛനമ്മയുടെ ബാക്ക്ഗ്രൗണ്ട് ഇവ കാര്യങ്ങൾക്കൊക്കെ മാച്ചാകുന്ന രക്ഷിതാക്കൾ തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയലിൽ രജിസ്റ്റർ ചെയ്യുക. ആൾറെഡി രജിസ്റ്റേർഡ് ആണെങ്കിൽ റിന്യൂ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് എന്നെ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ ഡീറ്റെയിലുകളെല്ലാം ഞാൻ തരുന്നതായിരിക്കും. സുഹൃത്തുക്കളെ, എല്ലാ വീഡിയോയിലും പറയുന്ന 1-2 കാര്യങ്ങൾ വീണ്ടും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ വീഡിയോ കാണുന്ന പുതിയ ആളുകളുണ്ടാവും. അവർക്കൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാനിത് പറയുന്നത്. വിവാഹം നടക്കുക എന്ന് പറയുന്നത് ഒരു മാട്രിമോണിയൽ സൈറ്റിൽ അങ്ങോട്ട് രജിസ്റ്റർ ചെയ്തു, അല്ലെങ്കിൽ ഒരു ബ്രോക്കറെ കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടൊന്നും കാര്യം നടക്കാൻ പോകുന്നില്ല. ആത്മാർത്ഥമായിട്ട് അച്ഛൻ, അമ്മ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കേഴ്സ് വീട്ടിലത്തെ ആരൊക്കെയാണോ അവർ നന്നായിട്ട് ഇറങ്ങിത്തിരിക്കണം ഈ കാര്യത്തിൽ. അല്ലാതെ വേറെ വഴികളൊന്നും ഞാൻ ഇതിൽ കാണുന്നില്ല. ജാതകം, ഒരു പരിധി വിട്ടിട്ട് ജാതകത്തിന് അടിമയാവരുത്. ജാതകം നോക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ജാതകത്തിന് എതിരല്ല ഞാൻ. ജാതകം ചെക്ക് ചെയ്യേണ്ടത് ജ്യോതിഷനെ കൊണ്ട് തന്നെ ആയിരിക്കണം. നിങ്ങൾക്കൊരു പ്രൊഫൈൽ വന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ജ്യോതിഷനെ കൊണ്ട് നോക്കിപ്പിക്കുക. ഒരു കാരണവശാലും നിങ്ങളായിട്ട് ജാതകം നാളെ ചേരില്ല, അത് ചേരില്ല, ഇത് ചേരില്ല, ഇത്ര ദോഷമുണ്ട്, അതുണ്ട്, ഇതുണ്ട്, അതൊന്നും പറയണ്ട. അത് ജ്യോതിഷനെ കൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യിപ്പിക്കണം. സ്ഥിരമായിട്ട് ഒരു ജ്യോതിഷൻ കൊണ്ട് ചെയ്യിപ്പിക്കരുത് എന്ന് എൻ്റെ ഒരു വ്യക്തിപരമായൊരു അഭിപ്രായം. കാരണം നല്ലൊരു ശതമാനം ജ്യോതിഷം അല്ലെങ്കിൽ പണിക്കർ
ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ അവർക്ക് തെറ്റ് പറ്റിയെന്ന് ഒരിക്കലും പറയില്ല. കാരണം അവരുടെ പ്രൊഫഷണലിൻ്റെ ഭാഗമാണത്. ആ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് അവർക്കൊരു ചെറിയ തെറ്റ് പറ്റിയാൽ പോലും അവരത് തെറ്റ് പറ്റിയെന്ന് ആരും പറയാൻ പോകാറില്ല. നമ്മൾ നല്ല നല്ല പ്രൊഫൈൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവരെ ഏൽപ്പിക്കും. ഇപ്പോൾ ഞാൻ ഒരു സ്ഥിരം ഒരു പണിക്കരാണ് നിങ്ങളുടെ. ഇപ്പോൾ എന്നോട് ഏതെങ്കിലും ഒരു കുട്ടിയുടെ അച്ഛൻ എന്നെ അത്രമാത്രം വിശ്വാസമാണ്. അപ്പോൾ എൻ്റെ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഇന്നൊരു പ്രൊഫൈൽ അയക്കുകയാണ്, ചേട്ടാ ഇതൊന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് അയച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന ആളുടെ നമ്പർ, ഈ അയക്കുന്ന ആളുടെ നമ്പർ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സേവ് ചെയ്ത് വയ്ക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്തുനിന്ന് മെസ്സേജ് കാണുമ്പോൾ തന്നെ ഞാൻ ഒരു മുൻവിധിയാണ് നടത്തുന്നത്. നിങ്ങളുടെ മകളുടെ അല്ലെങ്കിൽ മകൻ്റെ ഇന്നതാണെന്ന ആൾ എനിക്കറിയാവുന്ന കേസാണ്. ഒരു 5 മിനിറ്റ് പോലും ഞാൻ എടുക്കില്ല, ഇത് ചേരില്ല കേട്ടോ. ഒരു നെഗറ്റീവായിട്ടുള്ള ഉത്തരമായിരിക്കും മിക്കവാറും വരിക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറ്റുമെങ്കിൽ നേരിൽ പോയിട്ട് കണ്ടിട്ട് സംസാരിച്ച് ശരിയാക്കി എടുക്കണം. ഒരു പണിക്കർ മാത്രം പറഞ്ഞത് വിശ്വസിക്കരുത്. 3, 4, 5 പണിക്കരടുത്തെങ്കിലും പോകണം. എപ്പോൾ 2 പ്രൊഫൈലും നല്ല പ്രൊഫൈലാണ്, 2 പേരും 100% ഓക്കെ ആണെങ്കിൽ ജാതകം മാത്രമാണ് ഒരു പ്രശ്നമെന്ന് കണ്ടാൽ 3, 4, 5 പണിക്കരടുത്തെങ്കിലും പോകണം. ഒരു കാരണവശാലും നിങ്ങളായിട്ടൊരു മുൻവിധി നടത്തരുത്. ഏതെങ്കിലും ഒരു ജ്യോതിഷൻ നിങ്ങളോട് ഓക്കെ പറഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ആലോചിക്കാനേ പോകരുത്. തീർച്ചയായിട്ടും അത് വെച്ച് മുന്നോട്ട് പോവുക. പല ആളുകളും എന്നോട് പറയുന്നൊരു വരിയുണ്ട്, ഞങ്ങൾക്ക് ജ്യോതിഷം ഇമ്പോർട്ടൻ്റ് അല്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ജ്യോതിഷം ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് കുട്ടിയെ പറഞ്ഞു വിടാൻ മറ്റുള്ളവർക്ക് താല്പര്യം ഉണ്ടാവില്ല. കാരണം എല്ലാവർക്കും ജ്യോതിഷം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ നോക്കുന്നില്ലെങ്കിൽ പോലും ഒരു കാരണവശാലും ഓപ്പണായിട്ട് പറയരുത് ഞങ്ങൾ ജാതകം നോക്കുന്നില്ല എന്ന് ഓപ്പണായിട്ട് പറയരുത്. കാരണം നിങ്ങളെ വിളിക്കുന്ന ആളുകളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് നോക്കണമെന്നുണ്ടാവും. അങ്ങനെ നോക്കുന്ന ഘട്ടം വന്നാൽ അവർ പറയും, അയ്യോ ആ വീട്ടിൽ അച്ഛനും അമ്മയ്ക്ക് അത് താല്പര്യമില്ല, അവർ വിശ്വാസികളൊന്നല്ല തോന്നുന്നുണ്ട്, ഇപ്പം നമ്മുടെ കുട്ടി അങ്ങോട്ട് വിട്ടാൽ അതൊരു ബുദ്ധിമുട്ടായി മാറും, അതുകൊണ്ട് അത് വേണ്ട. ആ ഒരു വർത്തമാനം ചിലപ്പോൾ വളരെ ഓവർ കോൺഫിഡൻസോട് കൂടിയൊക്കെ ആവും പറയുക. ഞങ്ങൾക്ക് ജാതകമൊന്നും വേണ്ട കേട്ടോ, ഞങ്ങൾ വലിയ ഇതിലൊന്നും വിശ്വസിക്കുന്ന കൂട്ടത്തിലല്ല. പക്ഷേ വളരെ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഇല്ലേ വിഷയമേ അല്ല. തീർച്ചയായിട്ടും നിങ്ങൾ ആരോടും പറയരുത്. നിങ്ങൾ നോക്കുകയോ നോക്കാതിരിക്കുക നിങ്ങളുടെ സ്വന്തം ഇഷ്ടം. ഒരു കാരണവശാലും അത് പറയരുത്. മറ്റുള്ളവരെ കൊണ്ട് നോക്കിച്ചോളൂ. ഇപ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാരാണ് നിങ്ങളെ വിളിക്കച്ചാൽ അവർക്ക് തലക്കുറി അയച്ചു കൊടുത്തോളൂ, അവർ നോക്കുകയാണെങ്കിൽ നോക്കിക്കോട്ടെ. നിങ്ങൾക്ക് അനേകം കാര്യങ്ങൾ പറയാൻ പറ്റും. അതായത് ഞാൻ പറയുന്നത് എത്ര എക്സ്ക്യൂസുകൾ പറയാൻ പറ്റും. പക്ഷേ ഒറ്റയടിക്ക് ജാതകം നോക്കുന്നില്ല എന്ന് പറയരുത്, ഒരു കാരണവശാലും പറയരുത്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതൊരു ജോലി സ്ഥാപനമായാലും ആ ജോലി സ്ഥാപനത്തിൽ കാട്ടിയിട്ടുള്ള ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് അല്ലെങ്കിൽ കനറ ബാങ്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പ്രൊഫൈൽ പലപ്പോഴും വരിക. ഓരോരോ ദിക്കിൽ ജോലി ചെയ്യുന്നതിൻ്റെ കൃത്യമായിട്ട് അന്വേഷിക്കണം, ഈ കുട്ടി അവിടുത്തെ സ്റ്റാഫാണോ. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും അവർ സ്റ്റേറ്റ് ബാങ്കിലെ എംപ്ലോയി ആണെന്ന്, അല്ലെങ്കിൽ HDFC ബാങ്കിലെ എംപ്ലോയി ആണെന്ന്, അല്ലെങ്കിൽ കനറ ബാങ്കിലെ എംപ്ലോയി ആണെന്ന്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെന്ന് നിങ്ങൾ വിചാരിക്കും. അവരുടെ പ്രൊഫൈൽ കാണുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് രീതിയിലായിരിക്കും. കൃത്യമായിട്ട് ചോദിക്കുക, നിങ്ങൾ യഥാർത്ഥത്തിൽ സ്റ്റേറ്റ് ബാങ്ക് എംപ്ലോയി ആണോ അതോ സ്റ്റേറ്റ് ബാങ്കിൻ്റെ തേർഡ് പാർട്ടി റോളിലാണോ? എന്താ ഈ തേർഡ് പാർട്ടി റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സെക്ഷനുകളിൽ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്ന സെക്ഷൻ, ചിലപ്പോൾ ഹൗസിംഗ് ലോൺ കൊടുക്കുന്ന സെക്ഷൻ, അല്ലെങ്കിൽ 2 വീലർ ലോൺ കൊടുക്കുന്ന സെക്ഷൻ, അതിൻ്റെ ആദ്യ സ്റ്റെപ്പുകളെല്ലാം ചെയ്യുന്നതൊക്കെ തേർഡ് പാർട്ടി റോളുകളായിട്ടുള്ള സ്റ്റാഫായിരിക്കും.
തേർഡ് പാർട്ടി റോൾ എന്ന് പറഞ്ഞാൽ വേറൊരു സ്ഥാപനത്തിലെ ആളുകൾ സ്റ്റേറ്റ് ബാങ്കിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ റെയിൽവേക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ കനറ ബാങ്കിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. ഇങ്ങനെ ഏതൊരു സ്ഥാപനത്തിന് വേണ്ടിയിട്ടും ഇതിപ്പോൾ പൊതുവെ കാണുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുക അവർ ഇന്ന ബാങ്കിലത്തെ ആണല്ലോ, പക്ഷേ യഥാർത്ഥത്തിൽ അവർ ആ ബാങ്കിലത്തെ ഉദ്യോഗസ്ഥരായിരിക്കില്ല. അവർ ആ ബാങ്കിൽ പോയിരുന്ന് ജോലിയൊക്കെ ചെയ്യണ്ടാവും, പക്ഷേ അവർ സ്റ്റാഫായിട്ട് മറ്റ് സ്ഥാപനങ്ങളിലെ സ്റ്റാഫായിരിക്കും. സ്റ്റേറ്റ് ബാങ്ക് അല്ല അവർക്ക് ശമ്പളം കൊടുക്കുന്നതെന്ന് അർത്ഥം. ഇന്ത്യൻ റെയിൽവേ അല്ല അവർക്ക് ശമ്പളം കൊടുക്കണം. കനറ ബാങ്ക് അല്ല അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ കല്യാണം വേണ്ടാന്ന് വെക്കുകയല്ല, മറിച്ച് മനസ്സിലാക്കുക. ചിലപ്പോൾ നിങ്ങൾ കനറ ബാങ്ക് ഉദ്യോഗസ്ഥനെ നോക്കി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കുട്ടി കനറ ബാങ്കുകാരനായിരിക്കില്ല. അവൻ കനറ ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷെ അത് ശമ്പളം കൊടുക്കുന്ന ആൾ വേറെ ഇരിക്കും. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മനസ്സിലാക്കുക. ഒരിക്കലും ഒരു ട്രാപ്പിലും പോയി പെടരുത്. നന്നായിട്ട് സംസാരിക്കുക. ക്വാളിഫിക്കേഷൻ, ജോലിയുടെ കാര്യമൊക്കെ നന്നായിട്ട്, ജാതകത്തിനൊക്കെ കൂടുതൽ ഇതൊക്കെ സംസാരിക്കുക. എല്ലാം ഭംഗിയായിട്ട്. ക്വാളിഫിക്കേഷൻ നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടാവാം, പക്ഷെ ജോലി ഈ പറഞ്ഞ പോലുള്ള ചില ഇതൊക്കെ ഉണ്ടാവും. ഞാൻ അതിന് മോശമായിട്ടല്ല പറയുന്നത്, മറിച്ച് നിങ്ങൾ മനസ്സിലാക്കി വച്ചിരിക്കുന്ന കാര്യമായിരിക്കില്ല. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.